ഹായ് ഗൈസ്, ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ജോലി നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് ഒരു കമ്പനിയിൽ ഒരു 14 ദിവസത്തെ ഒരു ഇന്റേൺഷിപ്പ് പോലത്തെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കായംകുളത്തു നിന്ന് തിരുവനന്തപുരം ഷിഫ്റ്റ് ആവുകയാണ്. അതിൻ്റെ ഒരു ജേർണിയാണ് ഇനി ബ്ലോഗിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ബ്ലോഗിലോട്ട് പോവാം. നല്ല ഭാരമുണ്ട് ഗൈസ്. പോകാം. ഞാൻ 3 ബാഗാണ് ഗൈസ് പാക്ക് ചെയ്തത്. എന്തായാലും ശനിയാഴ്ച വരും തിരിച്ച് കായംകുളത്തോട്ട്. നമ്മളിവിടെ പാർക്കിംഗ് സെക്ഷനിൽ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ മുടിയെല്ലാം കെട്ടി വെച്ചേക്കുവാണ്, അല്ലെങ്കിൽ പിന്നെ യാത്രയൊക്കെ ആകുമ്പോൾ മുടി ഫുൾ കുളമാവും. ഇത് കായംകുളം റെയിൽവേ സ്റ്റേഷനകത്തുള്ള വ്യൂ ആണ്. ഞാൻ ടിക്കറ്റ് എടുത്തു. പ്ലാറ്റ്ഫോം നമ്പർ 4 എൻ്റെ ട്രെയിൻ വരുന്നത്. ഇതൊരു ട്രെയിൻ വന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടി, സോ ഞാൻ വീഡിയോ എടുത്തു. ഇത് ഏത് ട്രെയിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ പോകുന്ന ട്രെയിൻ ശബരി ട്രെയിനാണ്. ഇനിയും ഒരു 15 മിനിറ്റോളം എടുക്കും. ഇന്നത്തെ ട്രെയിനിൽ നല്ല തിരക്കാണെന്ന് തോന്നുന്നു. എനിക്ക് സീറ്റ് കിട്ടുമോയെന്ന് അറിയില്ല. സീറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ ബ്ലോഗ് എടുക്കാം. ഫസ്റ്റ് ഒരു 5 മിനിറ്റ് എനിക്ക് സീറ്റ് കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് കരുനാഗപ്പള്ളി ജംഗ്ഷൻ ആയപ്പോഴാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വിൻഡോ വഴിയുള്ളൊരു വീഡിയോ എടുത്തു. കരുനാഗപ്പള്ളി ജംഗ്ഷനാണിത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കൊല്ലമായപ്പോഴത്തേക്ക് വീണ്ടും വിൻഡോ ഷിഫ്റ്റ് കിട്ടി. അപ്പം ഞാൻ കൊല്ലത്തിൻ്റെ വീഡിയോ എടുത്തു. ഏറ്റവും വലിയ റെയിൽവേ പാളമുള്ളതാണ് കൊല്ലം സ്റ്റേഷൻ വരുന്നത്. ഇത് കേരളത്തിലാണോ ഇന്ത്യയിലാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതൊരു റെയിൽവേയിൽ പോകുമ്പോൾ ഒരു വൈബാണ്. ഈ വീഡിയോ എടുക്കുമ്പോഴും എൻ്റെ മനസ്സിൽ കുറേ ഇമോഷൻസാണ്. കാരണം വീട് വിട്ട് ഞാൻ പോവാണ്. അപ്പോൾ ഗൈസ്, ഫൈനലി തിരുവനന്തപുരം എത്തി. ഞാൻ എൻ്റെ ഏറ്റവും വലിയ കംഫർട്ട് സോണിൽ നിന്ന് ഈ ഒരു റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് വരുവാണ്. റിസ്ക് എന്താണെന്ന് വെച്ചാൽ 14 ദിവസത്തെ ട്രെയിനിങ് പീരീഡ് ഉണ്ട്, പക്ഷേ എനിക്ക് സാലറി ഒന്നും കിട്ടില്ല. 14 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് കൺഫേം ആകും എൻ്റെ ജോലി സ്ഥിരമാണോ അല്ലേ എന്നുള്ളത്. പക്ഷെ ഞാൻ ഈ ഒരു റിസ്ക് എടുക്കുന്നത് ഒരു സിറ്റി ലൈഫ് എൻജോയ് ചെയ്യാനും പ്ലസ് വേറൊരു ബെറ്റർ കരിയർ ഓപ്പർച്യൂണിറ്റിക്കും വേണ്ടിയിട്ടാണ്. വീണ്ടും ഇനിയൊരു ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയാണ്, ഇവിടുത്തെ ലൈഫ് എങ്ങനെയാണെന്ന് ഞാൻ കൂടുതൽ എൻ്റെ ബ്ലോഗ് വഴി കാണിക്കാം.